മുഖ്യമന്ത്രി വിമർശിച്ചത് മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ രാഷ്ട്രീയ നിലപാടിനെയെന്ന് എം.വി. ഗോവിന്ദൻ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ രാഷ്ട്രീയ വിമർശനം ലീഗ് വർഗീയവൽക്കരിക്കുകയാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പിണറായി വിജയന്റെ പരാമർശത്തിൽ തെറ്റായ പദപ്രയോഗങ്ങളോ വിമർശനത്തിന് വിധേയപ്പെടുത്തേണ്ടതോ ആയത് ഒന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ആശയ തടവറയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താവായ കോൺഗ്രസും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചാൽ വിവരമറിയും എന്നാണ് ലീഗിൽ തന്നെയുള്ള ചിലർ പറഞ്ഞത്. മതവികാരം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് ലീഗിന്റെ രാഷ്ട്രീയ അജണ്ടയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെപ്പറ്റി പറഞ്ഞാൽ വർഗീയമായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മതവികാരത്തെ ആളിക്കത്തിക്കുന്നതിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും SDP-യുടെയും ഒപ്പം ചേർന്ന ലീഗ് നടത്തുന്ന പ്രവർത്തനം മുഴുവൻ വോട്ടർമാരും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളും തിരിച്ചറിയണമെന്ന് എം.വി. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആ വേഗം പിടിക്കാൻ വേണ്ടി നടന്ന ഒരു പ്രക്രിയയെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് നടന്നിട്ടുണ്ട്. ഞങ്ങൾ മത്സരിച്ചില്ല, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പത്തെ പറഞ്ഞു പോയി. അതാണ് പുതിയ പ്രസിഡന്റായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് 1 കോടി രൂപ DCC ഓഫീസിലേക്ക് കടന്നാണ് അവിടെ നിയമനം നടത്തുന്നത്. ഒരിക്കല രാജ്യത്ത് നിലപാട് ചെയ്തു 1 കോടി രൂപ DCC ഓഫീസിലേക്ക് എത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അഡ്വക്കറ്റാണ് കൃത്യമായിട്ട് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിശക്തിയായ രീതിയിലുള്ള ഒരു യൂണിറ്റിനെ തുറന്നാണ് അവരവിടെ ഔദ്യോഗിക കോൺഗ്രസ് പാനലിനെതിരായി മത്സരിച്ചത്. 7 പേര്. ഞങ്ങളുടെ 4 പേര്, ഞങ്ങൾ 4 ആളെ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഫോളോ ചെയ്തത് ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നത് 8,400ഓളം ആളുകൾ മാത്രമേ പോയി ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കൂടി 6,000. 6 പേര് എഴുതി എന്തെങ്കിലും വ്യവസ്ഥ വേണം, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ പോളിംഗ് നടന്നത് 6,000 ആളെ വോട്ട്. ഇപ്രാവശ്യം പോളിംഗ് നടന്നത് 8,400. 1,300 വരെ വോട്ടിനാണ് അവിടെ ജയിച്ചത്. എന്നിട്ട് അവിടെ വന്ന് അവിടെ തിരിച്ചയച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഇങ്ങനെ വന്നത് എന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊട്ടേഷൻ സംഘത്തെ അയക്കുകയായിരുന്നു കോൺഗ്രസ് ഇപ്രാവശ്യം.